നമുക്കിന്നലെ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനത് മുറിച്ച് കഴുകി ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് കറി വെച്ചെടുക്കണം. അപ്പോൾ തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ പൊളിച്ച തേങ്ങയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പം പൊളിക്കാത്തിരി റിസ്ക് ആയതുകൊണ്ട് ഞാൻ മുളകിട്ട് വെക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ പുറത്ത് വെച്ചതേ ഉള്ളൂ. ഇതൊന്ന് തണുപ്പ് വിടട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടേക്ക് ഒന്ന് തുടച്ചിടണം. അപ്പോഴത്തേക്ക് തണുപ്പ് വിടായിരിക്കും കേട്ടോ. അപ്പോൾ തണുപ്പ് വിട്ടിട്ട് നമുക്ക് കറി വെക്കാം. അപ്പോൾ മത്തി മുളകിട്ടതിന് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് തക്കാളി, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് നന്നാക്കി എടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് വെളുത്തുള്ളി മാട്ട് എടുക്കുന്നുണ്ട്, അത് വിട്ടുപോയി. അപ്പോൾ മുളകിട്ട കറിക്ക് വെളുത്തുള്ളി വേണം. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി നമുക്ക് തോല് പൊളിച്ചെടുക്കാം. അപ്പോൾ അതേ കറിയിലേക്ക് വേണ്ട എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. തക്കാളി ഒന്നുകൂടെ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ മുളകിട്ട കറിക്ക്. പക്ഷേ ഇവിടെ തക്കാളി ഒന്നേ ഉള്ളൂ, നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ നമുക്ക് കറി വെക്കാം. അപ്പോൾ അതേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നത്. നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതേ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കൊടമ്പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അതുവരെ മൂടി അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അതേ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് മത്തിയും കറിയൊക്കെ ആയിട്ട് നന്നായിട്ട് ഇളകി നന്നായിട്ട് വെന്ത് കുറുകട്ടെ കേട്ടോ. അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കാം. അപ്പോൾ അതാ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു കൂട്ട് ചേർക്കാനുണ്ട്. ഇത് ഇവിടെ തന്നെ ഉണ്ടായ പച്ചക്കുരുമുളകാണ് കേട്ടോ. ഇത് നമുക്കൊരു 2 തിരി ഇങ്ങോട്ട് പറിച്ചെടുക്കാം. മൂത്തത് നോക്കിയിട്ട് കുറച്ചുണ്ടാകുന്നതുകൊണ്ട് 2 തിരി. ഇത് നമ്മളൊന്ന് കുത്തിയെടുക്കുകയാണേ. അപ്പോൾ അതേ കറി വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതേ കറി ചൂട് അണയുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കുരുമുളക് ചതച്ചതുണ്ട്, നമുക്ക് കരിവേപ്പിലുണ്ട്, വെളിച്ചെണ്ണയുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചൂടോടെ തന്നെ ചൂട് കറിയിലേക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല മത്തിയാണ്, നെയ്യുള്ള മത്തിയാണ്, ചെറിയ മത്തിയാണ്. അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. ഇതാ എളുപ്പത്തിൽ നമുക്ക് മത്തി മുളകിട്ടത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു.